ഹായ് ഹലോ, ഞാൻ സുഷജ. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകണം നമ്മുടെ ലൈഫിൽ ഒരു പാർട്ടായിട്ടുള്ള ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒഴിച്ചുകൂടാത്ത സംഗതി എന്താണെന്ന് നമുക്ക് കാണാം അല്ലേ. അപ്പം ഈ ഒരു പ്രൊഡക്റ്റ്, അതായത് ഡോട്ട് ഷെയ്ഡിൻ്റെ സൺസ്ക്രീനിനെ കുറിച്ച് റിവ്യൂ തരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു അടിപൊളി സൺസ്ക്രീൻ നോക്കി നടക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ സ്കിൻ ടോൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണിത്. ഏറ്റവും ഫസ്റ്റ് തന്നെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെൻസിറ്റീവ് ഇന്ത്യൻ സ്കിന്നുകാർക്ക് സ്പെഷ്യലി ഫോർമേറ്റ് ചെയ്തിട്ടുള്ള ഒരു സൺസ്ക്രീനാണ് നമ്മുടെ ഡോട്ടർഷത്തിൻ്റെ ഈ ഒരു സൺസ്ക്രീൻ. ഒരു 2 to 3 hours ആണ് ഇത് നമ്മളെ ലോങ് ലാസ്റ്റ് ചെയ്യിക്കുന്നത്. അത്രയും പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു രീതിക്കാണ് ഇതിൻ്റെ പാക്കിങ് വരുന്നത്. ഇതെൻ്റെ സെക്കൻഡ് ട്യൂബാണ്. ഇത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി തീർന്നു തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ വേഗം ബാക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരെണ്ണം കൂടെ പർച്ചേസ് ചെയ്തതാണ്. അത്യാവശ്യം ഉണ്ട്, കുറച്ചും കൂടി ഉണ്ട്. പക്ഷെ ഇത് തീർന്നു കഴിഞ്ഞാലോ ഒന്നും കരുതിയിട്ട് പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്ന ഒരു സംഗതിയാണ്. ഇവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു സൈറ്റ് ഉണ്ട്, ഡോട്ടർഷത്തിൻ്റെ സൈറ്റ് ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നൈക്കയെന്നും പേർപ്പിളിൽ നിന്നും ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും ഒക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരെണ്ണം സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അതായത് എല്ലാ സ്കിൻ കെയറിങ്ങും കഴിഞ്ഞതിന് ശേഷം നമ്മൾ സണ്ണിൽ നിന്നും പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യണ ഒന്നാണ് സൺസ്ക്രീൻ. റെയിനി സീസൺ ആയാലും അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ വെറുതെ നിൽക്കുന്ന ടൈം ആണെങ്കിൽ കൂടി നമുക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് ഒരുപാട് നല്ലതാണ്. നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഘടകം എന്ന് പറഞ്ഞാൽ വിറ്റാമിൻ സി ആണ്. വിറ്റാമിൻ സി കോംപ്ലക്സ് ആണ്. അത് കോൺസെൻട്രേഷൻ 2% ആണ് ഇരിക്കുന്നത്. മൈക്രോ പിഗ്മെന്റേഷൻ പ്രിവെന്റ് ചെയ്യാനും സ്കിൻ ബ്രൈറ്റനിങ് ആവാനും ഹെൽപ്പ് ചെയ്യുന്നു. രണ്ടാമത്തെ ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറാമൈഡ് കോംപ്ലക്സ് ആണ്. 2% ആണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. നമ്മുടെ സ്കിൻ ബ്രയറിങ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അത്. 1% ഹൈലറൂണിക് ആസിഡ് ആണ്. നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഹൈഡ്രേഷൻ നൽകാനും സോഫ്റ്റ് ആക്കി വെക്കാനും ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ പറയുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞാൽ മിനറൽസ് ആൻഡ് ഓർഗാനിക് ഫിൽറ്റേഴ്സ് ആണ്. ഇനി നമുക്ക് നമ്മുടെ സൺസ്ക്രീൻ എങ്ങനെ യൂസ് ചെയ്യുമെന്ന് നോക്കാം. ഞാൻ 2 ഫിംഗർ റൂളാണ് എടുക്കുന്നത്. ആ ഒരു രീതിക്ക് തന്നെയാണ് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടത്. ഇതുവരെ നിങ്ങളെല്ലാവരും സൺസ്ക്രീൻ ജസ്റ്റ് കയ്യിൽ വെച്ച് മസാജ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്യുന്ന രീതിക്കാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സ്കിപ്പ് ചെയ്യുക. കാരണം അങ്ങനെ യൂസ് ചെയ്യരുത്. ഇതിൻ്റെ സകലത്ര പ്രൊട്ടക്ഷനും നമ്മളുടെ കയ്യിലാകുന്നതുകൊണ്ടാണ് നമ്മൾ 2 ഫിംഗർ റൂൾസ് യൂസ് ചെയ്യണത്. ഈ ഒരു രീതിക്ക് വേണം നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ. ഒരുപാട് ഫേസിൽ മസാജ് കൊടുക്കാനും പാടില്ല. ഈ ഒരു സൺസ്ക്രീൻ SPF 50 ആണ്. PA+++ ആണ്. UVA റേസ് നമ്മളെ പ്രൊട്ടക്ഷൻ ചെയ്യുന്നുണ്ട്. ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റും കാര്യങ്ങളോ ഒന്നുമില്ല. മാത്രമല്ല ഒരു കീക്കി ലെവലോ നമുക്ക് ഒരുപാട് ഓയിൽനെസ് തോന്നിയ അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള സൈഡ് എഫക്റ്റ് ഒന്നുമില്ലാത്ത ഒരു അടിപൊളി സൺസ്ക്രീൻ ആണ്. ഒട്ടും തന്നെ സ്റ്റിക്കി ഫീലിങ്സ് പോലും ഇല്ല. ഞാനൊരു ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് കവറേജും തരുന്നുണ്ട്. നല്ല ഒരു സൺസ്ക്രീനാണ് ഇത് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ UV റേസിൽ നിന്ന് അതുപോലെ ബ്ലൂ ലൈറ്റിൽ നിന്നൊക്കെ നമ്മൾ പ്രൊട്ടക്ഷൻ ചെയ്യുന്ന ഒന്നാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. ഫേസിൽ പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ആ പിഗ്മെന്റേഷൻ എല്ലാം ക്ലീൻ ആൻഡ് ക്ലിയർ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ് ഈ ഡോട്ടർഷത്തിൻ്റെ സൺസ്ക്രീൻ. നല്ല മോയ്സ്ചറൈസിങ് ആണ്, നല്ല ഹൈഡ്രേഷൻ തരുന്നുണ്ട്. പിന്നെ ഇന്ത്യൻ സ്കിൻ ടോണിന് വേണ്ടി സ്പെഷ്യലി കണ്ടക്ട് ചെയ്ത ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഡോട്ടർഷത്തിൻ്റെ സൺസ്ക്രീൻ. പിമ്പിൾസ് ഒക്കെ വന്നു പോയ പാടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിലൂടെ അത് മാറാനും, അതുപോലെ കരിമംഗല്യം എന്നൊക്കെ ഉണ്ടല്ലോ ചില ആളുകൾക്ക് ഈ ഒരു സൈഡിലായിട്ടും നോസിൻ്റെ ഈ സൈഡിലൊക്കെ ആയിട്ടും കരിമംഗല്യം വരാനും ചാൻസ് ഉണ്ട്. അതെല്ലാം നമ്മൾ ഈ ഒരു സൺസ്ക്രീൻ ഡെയിലി നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോഴാണെങ്കിലും പുറത്ത് പോകുമ്പോഴാണെങ്കിലും ഡെയിലി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം റെഡ്യൂസ് ചെയ്യാനും മാക്സിമം അതിൻ്റെയൊക്കെ കൗണ്ട് കുറയ്ക്കാനും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. അതിനിപ്പോൾ ഏത് ബ്രാൻഡ് ആവട്ടെ, നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്ന ഏത് ബ്രാൻഡിലെ ഏത് തരമാണെങ്കിലും യൂസ് ചെയ്യണത് നല്ലതാണ് കേട്ടോ. പിന്നെ ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ, നമ്മൾ വെളിയിലോട്ട് പോകുന്നതിൻ്റെ ഒരു 20 മിനിറ്റെങ്കിലും മുൻപ് തന്നെ ഇത് അപ്ലൈ ചെയ്താലാണ് നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് നമ്മൾ വെയിലത്ത് ഇറങ്ങുമ്പോൾ വർക്ക് ചെയ്യുള്ളൂ. ഇതുവരെയും സൺസ്ക്രീൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്ത് തുടങ്ങുക. ഏറ്റവും മസ്റ്റാണ്. സ്കിന്നിന് ഒരുപാട് ബെനിഫിറ്റ് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടും അത് സ്കിപ്പ് ചെയ്യാൻ പാടാത്തൊരു പ്രൊഡക്റ്റാണ് സൺസ്ക്രീൻ. അവരൊരു കാര്യം കൂടി ഇതിനകത്തോട്ട് പറയുന്നുണ്ട്, ഇത് പ്രഗ്നൻസി ടൈം ആയിരിക്കുമ്പോൾ യൂസ് ചെയ്യണത് നല്ലതല്ല എന്ന്. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് സ്കിപ്പ് ചെയ്യാവുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ പ്രഗ്നൻസി ടൈമിൽ ഇത് യൂസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. ഡോട്ടർഷത്തിൻ്റെ ഈ ഒരു സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ 50 ഗ്രാമാണ് നമുക്ക് തരുന്നത്. ഓൾ സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നുണ്ട്. എസ്പെഷ്യലി ഓയിലി സ്കിന്നുകാർക്കും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ പാരബൻസ് ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്, നോ എനിമൽ ടെസ്റ്റിംഗ് ഒക്കെയാണ്. അതുപോലെ ഇതിൻ്റെ പ്രൈസ് എന്ന് വരുന്നത് 499 രൂപയാണ് ഇതിൻ്റെ ഒരു പാക്കറ്റിൻ്റെ മുകളിൽ. പക്ഷേ നമുക്കിതൊരു ഓഫറിൽ ഒരുപാട് ഓഫറൊന്നും ഇല്ല കേട്ടോ. ഏകദേശം ഒരു 460 ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടാവുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൺസ്ക്രീൻ എന്താണെന്നോ, സൺസ്ക്രീൻ യൂസ് ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിലും സൺസ്ക്രീൻ ഇതുവരെ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല
ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേഗം സൺസ്ക്രീൻ യൂസ് ചെയ്ത് തുടങ്ങുക. നമുക്ക് ഒരുപാട് സ്കിൻ ബെനിഫിറ്റ് കിട്ടുന്നതാണ് നമ്മുടെ സൺസ്ക്രീനിലൂടെ. ഒരിക്കലും അത് സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. സൺസ്ക്രീൻ എന്താണെന്നും സൺസ്ക്രീൻ എങ്ങനെ യൂസ് ചെയ്യണം എന്നെല്ലാം നമ്മളുടെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്കൊക്കെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മുടെ ഫേസിൻ്റെ സ്കിന്നിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഒരു വിധമൊക്കെ നമുക്ക് ഇതിലൂടെ തന്നെ മാറ്റാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ നിൽക്കുമ്പോഴും കൂടെ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ഏതെങ്കിലും പ്രൊഡക്റ്റിന്റെ റിവ്യൂസും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതുവരെ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. എല്ലാ സൈറ്റിലും അവൈലബിൾ ആയ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്ന സൺസ്ക്രീൻ ഇപ്പം തന്നെ പോയി പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ എല്ലാവരോടും സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ബൈ ബൈ.